നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇനി വരുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ആ കഥകളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഒടുവില് വേദയുടെയും കുഞ്ഞിന്റെ അരിയിലേക്ക് വിക്രം എത്തുന്നുണ്ട്. കുഞ്ഞിന് രക്ഷകനായിട്ട് മാറുന്നുണ്ട് ഗൗരിമോൾക്ക്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു വിക്രം ജയിൽ മോചിതനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. സുധാകരൻ മാഷിനൊക്കെ ഭയങ്കര സന്തോഷമായി. വിക്രം ഇറങ്ങിയല്ലോ. വിക്രം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ എവിടെയാണെങ്കിലും വരും, വിക്രത്തെ അന്വേഷിച്ച് വരുമെന്നുള്ളൊരു ഉറപ്പ് അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വിക്രം ആഹാരം എല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അപ്പുമോള് വരുന്നത്. അപ്പുമോൾ ഇപ്പോൾ വലിയ കുട്ടിയായി, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇളയച്ചാന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. വിക്രത്തിന് സന്തോഷമായി. വിക്രം പറഞ്ഞു, അതെ, നന്നായിട്ട് പഠിക്കണം കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് ഇളയച്ചാന്ന് പറഞ്ഞു. വിക്രത്തിന് എന്തോ പെട്ടെന്ന് വേദയും ഓർമ്മ വന്നു. ഒരു പക്ഷേങ്കിൽ തനിക്കും വേദയ്ക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലേക്ക് വരുവാണ്. വേദയോടൊപ്പമുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ ജയിലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ അന്തരീക്ഷം വേദനെ ഓർപ്പിക്കുന്നതായിരുന്നു. ഓരോ നിമിഷം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം വേദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു വിക്രത്തിന്റെ മനസ്സിൽ. വിക്രം ആദ്യത്തെ 1-2 ദിവസമൊക്കെ വീട്ടിലിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞു, അതെ, വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, വിശ്വേട്ടനോടൊപ്പം ഞാനും വരാമെന്ന് പറഞ്ഞ് വിശ്വത്തിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം വിശ്വാണെങ്കിൽ ശരി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. ആ സമയം വിശ്വം പറഞ്ഞു, എടാ, നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നിനക്ക് നല്ലൊരു ജോലി വേണ്ടേ? ഇപ്പം ബിരുദാനന്തര ബിരുദമൊക്കെ നേടിക്കഴിഞ്ഞു, അതുകൊണ്ട് എവിടെ പോയാലും നിനക്ക് നല്ലൊരു ജോലി കിട്ടും. പക്ഷേങ്കിൽ വിക്രം സമ്മതിച്ചില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ പോരാത്തതിന് വീട്ടിലാണെങ്കിൽ ഒരാൾ വേണമല്ലോ, സുധാകരൻ മാഷിനും വയ്യാതെയൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. വിക്രം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിനായകൻ കാണാനൊക്കെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ നന്ദിനി അതിൻ്റെ പേര് വിനായകനെ കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്, വിക്രത്തിനെ കാണാൻ പോയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ വിക്രം വലിയ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. കാരണം തൻ്റെ അച്ഛന് ഒന്ന് ശരിക്കും നോക്കുക പോലും ചെയ്യാത്ത ആളാണ്. എപ്പോഴും സ്വന്തം കാര്യം സിന്താവാന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരു പക്ഷേ വിനയണ്ണൊക്കെ പരിശ്രമിക്കുമായിരുന്നെങ്കിൽ അന്ന് ആ വീട് ജപ്തി ആവത്തില്ലായിരുന്നു. പണം കൈ വെച്ചോണ്ടാണ് അന്ന് വിനയണ്ണ ആ വീട് ജപ്തി ആവുന്ന സമയത്ത് വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണെങ്കിൽ അമ്മേനെ ആ മണ്ണിൽ തന്നെ അടക്കായിരുന്നു. അതുകൊണ്ടാണ് അമ്മേനെ പൊതുശ്മശാനത്തിൽ കൊണ്ട് കത്തിക്കേണ്ടതായിട്ട് വന്നേ. അതൊക്കെ വിക്രത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് വിക്രം അവരോടൊപ്പം ജോലിക്ക് പോയി തുടങ്ങി. ആ സമയത്ത് ദേവരാജന് വേദയോട് ശത്രുത മാത്രമായിരുന്നു. കാരണം അവൾ കാരണമാണ് തൻ്റെ ബിസിനസ്സിൽ കുറച്ച് ഡള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. കാരണം അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. തൻ്റെ ബിസിനസ്സിന് അവൾ കോട്ടം തടിച്ചു. അപ്പോൾ അവളെ വെറുതെ വിടാൻ പാടില്ല, അവളോട് താനോ ആന്നേ പറഞ്ഞതാ. അങ്ങനെ തൻ്റെ ശിങ്കിടികൾക്ക് നിർദ്ദേശം കൊടുത്തു, അവളെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ പൊക്കണം, അവളെ വെറുതെ വിടാൻ പാടില്ല, അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവരാജൻ്റെ ശിങ്കിടികൾ എന്ത് ചെയ്തു, വേദ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണം. അപ്പം തരുണിനോടൊപ്പമുള്ള വേദ കഴിയുന്നേ. വേദയുണ്ട്, കുഞ്ഞുണ്ട്, തരുണുണ്ട്, പിന്നെ അമ്മയുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടി. ദേവരാജൻ പറഞ്ഞു, ഇനി അവൾ ജീവനോടെ ഭൂമി കാണാൻ പാടില്ല, അവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അവിടെ കാരണമാണ് എനിക്ക് നാണക്കേടുണ്ടായത്. ഇതുവരെ എൻ്റെ അടുത്തേക്ക് നേർക്ക് ആരും വന്നിട്ടില്ല. ശരിക്കും ദേവരാജനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വേദം നീങ്ങിക്കൊണ്ടിരുന്നത്. കാരണം അയാളെപ്പോലെ ഒരു ബിസിനസ്സുകാരൻ, അയാൾ സാധാ ബിസിനസ്സുകാരനല്ല, നാർക്കോട്ടിക് ബിസിനസ്സുകാരൻ. കാരണം അയാൾ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ, മയക്കുമരുന്ന് സാധനങ്ങളൊക്കെയായിരുന്നു അയാൾ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. അതും പഞ്ചസാര ഫാക്ടറിയുടെയൊക്കെ മറവിലായിരുന്നു അയാളുടെ ബിസിനസ്സും കാര്യങ്ങളും. എന്ത് വന്നാലും ആരും തന്നെ പിടിക്കില്ലെന്നൊരു പൂർണ്ണ വിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. എല്ലാവർക്കും അയാൾ പൈസ കൊടുത്ത്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പൈസ കൊടുത്ത് നിർത്തിയേക്കുമായിരുന്നു. പക്ഷെ വേദയുടെ അടുത്ത് അയാളുടെ ഒരു അഭ്യാസവും നടന്നില്ല. വേദ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേദ അയാൾക്കൊരു തലവേദനയായിട്ട് മാറി. ഒടുവിൽ വേദയെ തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വേദ തരുണ്, സേതുലക്ഷ്മി അമ്മ, മോളും എല്ലാവരും കൂടെ പുറത്ത് പോയേക്കുമായിരുന്നു. പുറത്ത് പോയിട്ട് തിരികെ അവർ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വരണ സമയത്താണ് ഇടവും വലവായിട്ട് 2 വാഹനങ്ങൾ വന്ന് ഇവരെ ഇടിച്ചിടാനായിട്ട് ശ്രമിക്കുകയാണ്. തരുണിന് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തരുണിന് മനസ്സിലായി ഇത് മനഃപൂർവ്വം കൊല്ലാനായിട്ട് വന്നിരിക്കുന്ന കാര്യം, വണ്ടി ഇടിപ്പിച്ച് തീർക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാര്യം മനസ്സിലായി. ഒരു വിധത്തിലാണ് തരുൺ അവിടുന്ന് തൻ്റെ മോളെയും വേദയും അമ്മയൊക്കെ രക്ഷിക്കുന്നത്.
ഇതൊക്കെ കൊണ്ടാണ് തരുൺ വേദയോട് പറഞ്ഞത് വേണ്ടാത്ത കാര്യത്തിലൊന്നും പോയി തലയിടണ്ട. കാരണം തരുണിന് പേടിയാണിപ്പം. രാധികയുടെ മരണം അത് തരുണിനെ വല്ലാതെ പിടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരെയും വെല്ലുവിളിച്ച് നടന്നാണ് തരുണ്. പക്ഷേ എങ്കിൽ ഈ ഗുണ്ടകൾ കാരണമാണ് രാധിക മരിക്കാനായിട്ട് ഇടയായത് എന്നൊരു ചിന്ത തരുണിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും തരുമ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേദയോട് ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടാന്ന്. ഇത് കണ്ടില്ലേ ആ ദേവരാജന്റെ ആൾക്കാർ തന്നെ ഇതിന്റെ പിന്നിൽ. എനിക്ക് ഉറപ്പായി ഇനി എൻ്റെ മോൾക്ക് പോലും ഒരു സുരക്ഷിതത്വം കാണത്തില്ല. എൻ്റെ മോൾക്ക് പോലും ചിലപ്പോൾ ആപത്തായിരിക്കും. വേദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഒടുവിൽ സേതുലക്ഷ്മി അമ്മ വേദയോട് പറഞ്ഞു, മോളെ അറിയാലോ നിനക്ക്, നീ വലിയ വലിയ ആൾക്കാരുടെ ഒന്നും ഏറ്റുമുട്ടാൻ പോകണ്ട. മോൾക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനായിട്ട് നീ ഇറങ്ങി പുറപ്പെടാന്ന് പറഞ്ഞു. പക്ഷെ വേദയ്ക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വേദ പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ 100% വിശ്വാസ്യത പുലർത്തണം, അല്ലാതെ പറ്റില്ല, അതാ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ നല്ല സങ്കടം തന്നെയാണ് സേതുലക്ഷ്മി അമ്മയ്ക്ക്. പക്ഷേ തൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് വേദ ഭയന്നു. അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു വേദയ്ക്ക്. പിന്നീട് ഇടയ്ക്ക് ശങ്കരനാരായണൻ വേദയെ വിളിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ വേദയെ വിളിച്ചിട്ട് അവൻ വിക്രം പുറത്തിറങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം. വേദയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സന്തോഷമായി. പക്ഷെ ഇപ്പോഴീ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റില്ല. തനിക്ക് കുറച്ച് ചെയ്തു തീർക്കേണ്ടതായ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തൻ്റെ മോള് സ്വന്തം മോളാന്ന് കരുതിയിട്ട് തരുണിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കണേ. ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണം തരുണിനോട്. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് തരുൺ പ്രതികരിക്കുന്നതെന്നും അറിയത്തില്ല. എന്തായാലും പറയാതിരിക്കാനും പറ്റാത്ത കാര്യങ്ങളാണല്ലോ അതൊക്കെ. പറയാൻ തന്നെ വേദ തീരുമാനിക്കുന്നുണ്ട്. ഈ സമയം തരുണിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. തൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? പോരാത്തിന് ദേവരാജൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിന്റെ മോളെയൊക്കെ വെറുതെ വിടലിടാന്ന് ഒക്കെ പറഞ്ഞ് തരുണിന് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു ഭയമാണ്. ജോലിക്ക് പോകാൻ പോലും ഭയമായി. അങ്ങനെ കുറച്ച് ദിവസം ലീവ് എടുത്ത് മോളോടൊപ്പം നിന്നു. മോളെ സ്കൂളിൽ കൊണ്ടേ ആക്കുകയും തിരിച്ചു കൊണ്ടുവരികയും എല്ലാം തരുണായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒടുവിൽ തരുണിന് മനസ്സിലായി ജോലിക്ക് പോകാൻ പറ്റില്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ തരുണ തൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് DYSP ആൻഡ്രൂസ് ആയിരുന്നു. റിട്ടയറായ ജയിൽ സൂപ്രണ്ടായി റിട്ടയറായ ആൻഡ്രൂസ് സാറായിരുന്നത്. സാറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ട് സംസാരിക്കണ സമയത്ത് സാറിനോട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാറേ, എനിക്ക് നേരാവണ്ണം ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല. എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ട് ടെൻഷനാണ്. അവളെ ആരെങ്കിലും അപായപ്പെടുത്തുമെന്ന് പേടിയുണ്ട്. ശരിക്കും അവൾക്കൊരു പ്രൊട്ടക്ഷൻ വേണം. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും സാറിൻ്റെ കസ്റ്റഡിയിലുണ്ടോ? നല്ല ആരോഗ്യമൊക്കെ വേണം. കാരണം എൻ്റെ മോൾക്ക് ഒരാപത്തും വരില്ല. എൻ്റെ മോൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അവളെ സ്കൂളിൽ കൊണ്ടുവരണം, തിരികെ കൊണ്ടുവരണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് പറയാമെന്ന് ചോദിച്ചു. അല്ല അങ്ങനെ ഇപ്പോൾ ഒരാളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർ പോരല്ലോ. കാരണം എന്തിനും പോകുന്ന ആൾ വേണം. ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ തരുൺ പോയി. പിന്നീട് ആൻഡ്രൂസ് സാർ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് ആൻഡ്രൂസിൻ്റെ മനസ്സിലേക്ക് ഒരു മുഖം തെളിഞ്ഞ്. കാരണം വിക്രം ജയിൽ മോചിതനായതിനു ശേഷം ആൻഡ്രൂസ് സാറിനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ജയിലിലായ സമയത്ത് പഠിക്കാൻ വിടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്തേ ആൻഡ്രൂസ് സാറായിരുന്നു ചെയ്തു കൊടുത്തേ. ടെസ്റ്റും കാര്യങ്ങളും പിന്നെ എക്സാം എഴുതാനുള്ള ആപ്ലിക്കേഷൻ ഫോമുകളും എല്ലാം കൊണ്ടേ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങിയ ഉടനെ ചെന്ന് കാണുകയും ചെയ്തായിരുന്നു. പണ്ട് തൊട്ടേ പറയായിരുന്നു ആൻഡ്രൂസ് സാർ നീ നിരപരാധിയാന്ന് തെളിയും പുറത്തിറങ്ങുമെന്ന്. അങ്ങനെ വന്ന് പരിചയം പുതുക്കിയിട്ട് പോവുകയും ചെയ്ത. അപ്പോഴാണ് വിക്രത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നേ. ഒരു പക്ഷേ അവന് ഈ ജോലിക്ക് യോഗ്യനാണ്, നല്ല ശമ്പളവും കിട്ടും. അന്ന് വിക്രം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ജോലിയില്ല സാറേ, എന്ത് ജോലിയാണെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, വിശ്വണ്ണയൊക്കെ സഹായിക്കുകയും വേണം. അപ്പം മോളുടെ പഠനത്തിനായിട്ട് നല്ല പൈസ തന്നെ ആവുന്നുണ്ട്. അത് നാലറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് അവർ കിടന്ന് പെടാപ്പാട് പെടുവാണ്. അപ്പോൾ അവരെയും കൂടെ സഹായിക്കണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആൻഡ്രൂസ് സാർ എന്ത് ചെയ്തു, വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തോട് കാര്യം പറയണം. നിനക്കൊരു സെക്യൂരിറ്റി ആയിട്ട് പോകാമെന്ന് ചോദിച്ചു. സെക്യൂരിറ്റി ആയിട്ട്? അതെ, ഒരു കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് നീ പോകണ്ടേന്ന് പറഞ്ഞു. ഒരു വീട്ടിലേക്കാണ് പോകണ്ടേന്ന് പറഞ്ഞു. വിക്രത്തിന് പൂർണ്ണ സമ്മതമായിരുന്നു. പിന്നീട് ആൻഡ്രൂസ് സാർ പറഞ്ഞു, അതെ ഈ താടി ഇതൊക്കെ പഠിച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വേണം പോവാനായിട്ട്, കണ്ടാൽ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. വിക്രം അതിന് വേണ്ടുന്ന പ്രിപ്പറേഷനൊക്കെ നടത്തുവാണ്. താടിയൊക്കെ വടിച്ച് നല്ല അടിപൊളിയായിട്ട്. അങ്ങനെ വിക്രം പിന്നീട് പോകുന്ന വേദയുടെ അടുത്തേക്കാണ്, ഗൗരി മോളുടെ അടുത്തേക്ക്. തൻ്റെ സ്വന്തം മോളുടെ അടുത്തേക്കാണ് പോകുന്നതെന്നും അറിയില്ലാതെയാണ് വിക്രം പോകുന്നത്. അങ്ങനെ
തരുണ്ട വീട്ടിലേക്ക് ചെല്ലുവാണ്. പാണ്ഡ്രു സാറ് പറഞ്ഞിട്ട് വന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തരുൺ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മോളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിക്കുക, അവളെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ദിവസങ്ങളൊന്നും വേദയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സേതുലക്ഷ്മി അമ്മയാണ് മോളെ ഒരുക്കി വിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പറയുന്ന വിക്രത്തിനും അറിയില്ലല്ലോ താൻ വന്ന് പെട്ടിരിക്കുന്നത് എവിടെയാന്നുള്ള കാര്യം. മോളുമായിട്ട് പെട്ടെന്ന് തന്നെ വിക്രം അടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരികെ വൈകുന്നേരം വിളിക്കാൻ പോയി വിക്രം. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേനുമാണ് വേദ അവിടേക്ക് വന്ന് കാറിൽ ഇറങ്ങുന്നത്. ഒരു നിമിഷം വിക്രവും വേദവും തമ്മിൽ കണ്ടുമുട്ടുവാണ്. അപ്പോഴേക്കും മോള് അമ്മയെന്ന് വിളിച്ച് ഓടിച്ചെന്ന് വേദയെ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രം അമ്പരന്ന് പോയി. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം വരുന്നത്. വിക്രം വിചാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരിക്കൽ തന്നെ തേടി അവൾ വരുമെന്ന് ഓർത്തിരുന്ന. പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞു, അവൾക്കൊരു മോളുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ വിക്രം ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. വേദ കാര്യങ്ങളൊക്കെ വിക്രത്തോട് തുറന്നു പറയും. എന്താണ് ഏതാണ് നമ്മുടെ മോളാണ് ഈ കുഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.